നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് ഉലകിന്നുയരാം ഉണർവുകൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. വയലാർ രാമവർമ്മ എഴുതിയ മുളങ്കാട് എന്ന കൃതിയിൽ നിന്നാണ് പ്രയാണം എന്ന കവിത എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ എഴുതിയ സയൻസ് ദശകം എന്ന കവിതയിലെ വരികളാണ്. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിനു തൊഴുന്നു ഞാൻ. വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിനു തൊഴുന്നു ഞാൻ. സത്യം കാണിക്കുകയും അത്ഭുതങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട്? സമകാലിക അവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. ശ്രീനാരായണ ഗുരു എഴുതിയ പ്രശസ്തമായ പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എന്ന പേരിൽ ശാസ്ത്രത്തെയും ശാസ്ത്ര സമീപനത്തെയും ആവിഷ്കരിക്കുകയാണ് ഈ വരികളിൽ. ശാസ്ത്രത്തിൻ്റെ വളർച്ചയും സ്വാധീനവും നിത്യജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യവുമാണ് ഈ പ്രവേശകത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അന്ധവിശ്വാസം, അജ്ഞാനം, മിഥ്യാധാരണകൾ എന്നിവയ്ക്ക് പുറത്ത് കോടി സൂര്യൻ ഉദിച്ചാലും സ്വയം മാറില്ലെന്ന സൂചനയാണ് വരികളിലുള്ളത്. ആ കൂരിരുൾ തുരന്ന് യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നത് ശാസ്ത്രചിന്തയാണെന്നും അതിനോടുള്ള ആദരവും ആശ്രയവുമാണ് കവിക്കുള്ളതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. വെളിച്ചം, മിന്നൽ, ചൂട്, ഒച്ച തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ നിരവധി അത്ഭുതങ്ങൾ ഒളിച്ചിരിക്കുന്ന കലവറകളാണ്. ഉള്ളറകളിലേക്ക് വെളിച്ചം വീശാൻ മനുഷ്യനെ സഹായിച്ചത് ശാസ്ത്രമാണ്. അന്ധവിശ്വാസങ്ങളെയും അന്ധകാരത്തെയും നീക്കാൻ ശാസ്ത്രചിന്തയും വിമർശന ബുദ്ധിയും മാത്രമാണ് യഥാർത്ഥ വഴി എന്ന് ഈ വരികൾ പറയുന്നു. ശാസ്ത്രമാണ് സത്യം കാണിച്ചു തരുന്ന ദീപം. ഇതിനെയാണ് കവി തൊഴുന്നത്. പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാണിക്കാൻ സഹായിക്കുന്ന ശാസ്ത്രാവബോധത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. കവിതയ്ക്ക് മുൻപായി കൊടുത്തിരിക്കുന്ന അനുബന്ധവാക്യം വായിക്കാം. നേരറിവിൻ്റെ ഭ്രമണപഥങ്ങളിലൂടെ മനുഷ്യൻ്റെ മുന്നേറ്റം. നേരറിവ്, ശരിയായ അറിവിൻ്റെ വഴിയിലൂടെ മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിനുതകുന്ന തരത്തിലുള്ള ഒരു ചിത്രവും പാഠഭാഗത്ത് നമുക്ക് കാണാം. ചക്രം, തീ എന്നിവയുടെ കണ്ടുപിടുത്തങ്ങളിലൂടെയും അവയുടെ പ്രയോഗങ്ങളിലൂടെയും യാത്ര ആരംഭിച്ച മനുഷ്യൻ ആകാശഗോളങ്ങളുടെ അനന്തതയിലേക്ക് വരെ മനുഷ്യൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ്. വിവിധ ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി എടുക്കുന്നതിനുള്ള മനുഷ്യ പ്രയത്നങ്ങളുടെ ഫലമാണ് മാനവിക വികാസം. മാനവ പുരോഗതിയിൽ ശാസ്ത്രം നിർണായക സ്ഥാനം ചെലുത്തുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം അത്രമേൽ സങ്കീർണവുമാണ്, ചാക്രികവുമാണ് എന്നൊക്കെയാണ് ഈ ചിത്രവും അനുബന്ധ വാക്യവും നൽകുന്ന സൂചന. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. വയലാർ രാമവർമ്മ മലയാളത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ രാമവർമ്മ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിൽ ജനിച്ചു. കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയായി അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം രചിച്ച ബലികുടീരങ്ങളെ എന്ന ഗാനം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അക്കാലത്ത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് അനേകം ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു. പ്രധാന കൃതികൾ പാദമുദ്രകൾ. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ്. കൊന്തയും പൂണൂലും, എനിക്കു മരണമില്ല, മുളങ്കാട്, ഒരു യൂദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റൊലി കവിത, സർഗസംഗീതം. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാവണപുത്രി, അശ്വമേധം, സത്യത്തിനെത്ര വയസ്സായി, താടക എന്ന ദ്രാവിഡ രാജകുമാരി. ആയിഷ അദ്ദേഹം എഴുതിയ ഖണ്ഡകാവ്യമാണ്. റോസാദലങ്ങളും കുപ്പിച്ചില്ലുകളും. അച്ഛനും ബാപ്പയും എന്ന ചലച്ചിത്രത്തിൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ധാരാളം ലഭിച്ചിട്ടുണ്ട്. 1975 ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. പ്രയാണം കവിത.
വയലാർ രാമവർമ്മയുടെ ശ്രദ്ധേയമായ കവിതകളിൽ ഒന്നാണ് പ്രയാണം. മനുഷ്യൻ്റെ സൃഷ്ടിശക്തിയിലും ലോകത്ത് മനുഷ്യൻ കൊണ്ടുവന്ന പുരോഗതിയിലും അഭിമാനിച്ച കവിയാണ് വയലാർ. ലോകത്തിന് ശാസ്ത്രം നൽകിയ സംഭാവന, ശാസ്ത്രത്തിൻ്റെ വളർച്ച, ലോകത്ത് വരുത്തിയ മാറ്റം എന്നിവ കവിത ചർച്ച ചെയ്യുന്നു. പ്രയാണം എന്ന വാക്കിന് യാത്ര അല്ലെങ്കിൽ ഓട്ടം എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട്. ലോകത്തെ ഇത്ര വേഗം മാറ്റിത്തീർക്കുന്നതിൽ ശാസ്ത്രം വഹിച്ച പങ്കാണ് കവിതയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇനി കവിത വായിക്കാം. ആണ്ടുകളിൽ അലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു. തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. ആണ്ട് വർഷം. വർഷങ്ങൾ നിമിഷങ്ങളിൽ അലിയുന്നു. കാലം നീണ്ട കാലുകൾ നീട്ടിവെച്ച് അകന്നകന്നു പോകുന്നു. ഈ പ്രസ്താവനകൾ കാലത്തിൻ്റെ വേഗത്തിലുള്ള യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. കാലത്തിൻ്റെ വേഗത്തിനനുസരിച്ച് ശാസ്ത്രവും സഞ്ചരിക്കുന്നുണ്ട്. കാലത്തിൻ്റെ കടിഞ്ഞാണും കയ്യിൽ പിടിച്ചാണ് ശാസ്ത്രത്തിൻ്റെ സഞ്ചാരം. കാലം കടന്നു പോകുന്നതിനനുസരിച്ച് ലോകം വലിയ തോതിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് സഹായകമായത് എന്താണ്? ശാസ്ത്രമാണ്. കാലത്തിൻ്റെ വേഗത്തിനൊപ്പ് ശാസ്ത്രവും കുതിക്കുന്നു, ലോകം അതിനനുസരിച്ച് പുരോഗമിക്കുന്നു. വേഗത്തിലോടുന്ന കാലത്തെ അതിനോടൊപ്പം സഞ്ചരിച്ച് നിയന്ത്രിച്ച് ഈ അവസ്ഥയിൽ എത്തിക്കാൻ ശാസ്ത്രവാഹകർ അനുഷ്ഠിച്ച ത്യാഗമാണ് ചങ്കിലെ പതതുപ്പി എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത്. ചങ്കിലെ പതതുപ്പുന്ന ശാസ്ത്രവാഹകർ, ശാസ്ത്രത്തെ കൊണ്ടുപോയവർ അല്ലെങ്കിൽ ശാസ്ത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കിയവർ എന്നൊക്കെയാണ് അർത്ഥം. ഇത്തരത്തിൽ ശാസ്ത്രത്തെ ആഴത്തിൽ ഉൾക്കൊണ്ട ആ ശാസ്ത്രവാഹകർ ആരൊക്കെയാണ്? ഗലീലിയോ ഗലീലി, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടെത്തി. പ്രധാനമായും സൂര്യ കേന്ദ്രീകൃത പ്രപഞ്ച മാതൃക, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. പക്ഷേ ഈ ഒരു സത്യം വെളിപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹം വീട്ടുതടങ്കലിലായി. പ്രകൃതിയെക്കുറിച്ചുള്ള പഴയ വിശ്വാസങ്ങളെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെ തിരുത്തിയ ആളാണ് ഗലീലിയോ. അപ്പോൾ ആദ്യകാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് കടുത്ത ശിക്ഷയും നേരിടേണ്ടി വന്നു. മറ്റൊരു വ്യക്തിയാണ് ബ്രൂണോ. 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ഒരു ഇറ്റാലിയൻ ദാർശനികനും ഗണിതശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം. പ്രപഞ്ചശാസ്ത്രജ്ഞനുമായിരുന്നു. പ്രപഞ്ചം അനന്തമാണെന്നും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്നുമുള്ള കൊപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെയാണ് അദ്ദേഹം പിന്തുണച്ചത്. മതപരമായ വീക്ഷണങ്ങളിലെ ഭിന്നത കാരണം കത്തോലിക്ക സഭ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ സത്യം, പ്രപഞ്ച സത്യങ്ങളെ കണ്ടെത്തി ആ സത്യത്തിന് പിന്നാലെ പോയതുകൊണ്ട് ആദ്യകാലത്തുള്ള ശാസ്ത്രജ്ഞർ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ്. പാശ്ചാത്യ തത്വചിന്തയുടെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന സോക്രറ്റിക് മെത്തേഡ് അദ്ദേഹം ആവിഷ്കരിച്ചു. ഏതൻസിലെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നും പുതിയ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നും ആരോപിച്ച് ഭരണാധികാരികൾ അദ്ദേഹത്തിന് ഹെംലോക്ക് എന്ന വിഷം നൽകി. അദ്ദേഹം അത് സന്തോഷത്തോടെ കുടിച്ച് പുഞ്ചിരിയോടെ മരണം വരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ചങ്കിലെ പതതുപ്പി എന്ന പ്രയോഗം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ആ സത്യത്തിനു പിന്നാലെയുള്ള അന്വേഷണം അത്രയും എളുപ്പമായിരുന്നില്ല. അതിനു പിന്നിൽ ഒരുപാട് ജീവരക്തം ഒഴുക്കപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന കൂടി ഉണ്ട്. ഇന്നലെ സങ്കൽപ്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്നത്തെ കനിയായി. വാടി വീണേക്കാം നാളെ തയ്യുകൾ, പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ. ഇന്നലെ കേവലം സങ്കല്പം മാത്രമായിരുന്നതാണ് ഇന്ന് യാഥാർത്ഥ്യമായി മാറിയത്. സങ്കല്പവും സ്വപ്നവുമാണ് പുരോഗതിയിലേക്കുള്ള വഴി തുറക്കുന്നതിന് കാരണമാകുന്നത്. പക്ഷേ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രത്തിൻ്റെ സഹായം വേണം. സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു.
അതിൻ്റെ ഗുണഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. സങ്കല്പമാകുന്ന മന്ദാര മലർക്കാവിലെ ചില തൈകൾ നാളെ വാടിപ്പോയേക്കാം എന്ന് കവി പറയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലാ സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകണമെന്നില്ല. പക്ഷേ പുതിയ യാഥാർത്ഥ്യങ്ങൾ രൂപം കൊള്ളാതിരിക്കില്ല. അതായത് പുതിയ വാടികൾ ഉദ്യാനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന കവിയുടെ ആത്മവിശ്വാസത്തിൽ ഈ ആശയമുണ്ട്. ഭാവനകളെ ശാസ്ത്രം യുക്തി കൊണ്ട് പിന്തുടരുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. എല്ലാ ശ്രമങ്ങളും വിജയിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഭാവനയില്ലാതെ പുരോഗതിയിലേക്ക് യാത്ര അസാധ്യമാണ്. പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തായി എല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയുമീ അന്തരീക്ഷത്തിൽ കൂടി. പൊയ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കേറിയെത്തിയ ഞങ്ങൾ. നിമിഷം തോറും വികസിക്കുകയാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം. അതിൻ്റെ ഞാണൊലിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിവർത്തനം, മാറ്റം. ഞാണൊലി, ഞാണിൻ്റെ ശബ്ദം, ഒലി ശബ്ദം. വില്ലിൽ നിന്ന് അമ്പ് തൊടുക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് ഞാണൊലി. ഇങ്ങനെ ഈ ലോകം നിമിഷം തോറും പരിവർത്തനപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ വളരുന്നതിൻ്റെ ആ ഒലിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാണൊലി എന്നത് സാമൂഹിക അന്ധകാരത്തോടുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. അതായത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ അന്ധകാരം നീങ്ങിപ്പോകണം. ഇത്തരത്തിൽ ശാസ്ത്രം തൻ്റെ വെളിച്ചം കൊണ്ട് നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഞാണൊലി എന്നതിൻ്റെ ആശയം. നമുക്ക് ചുറ്റിലും പരമാണു വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ഒന്നിനെയാണ് പരമാണു എന്ന് പറയുന്നത്. അത്രയും ചെറിയ അണു. മണ്ഡല സഹസ്രങ്ങൾ ആയിരക്കണക്കിന് ഗാലക്സികളും ഇത്തരത്തിൽ ചെറിയ ചെറിയ പരമാണുക്കളും പെറ്റുപെറ്റടിയുന്ന ഈ അന്തരീക്ഷത്തിൽ കൂടി പരകോടി പുരുഷാന്തരങ്ങളുടെ കൽപ്പടവുകൾ കേറിയാണ് നമ്മൾ നിൽക്കുന്നത്. അന്തരീക്ഷത്തിലൂടെ കോടിക്കണക്കിന് പുരുഷാന്തരം 100 വർഷം, ഒരു മനുഷ്യായുസ് എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ 100 കണക്കിന് വർഷങ്ങളുടെ അല്ലെങ്കിൽ ആ കൽപ്പടവുകൾ കയറിയാണ് മനുഷ്യൻ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രം മനുഷ്യവികാസത്തിൻ്റെയും പ്രപഞ്ചവികാസത്തിൻ്റെയും ചരിത്രമാണ് എന്നാണ് കവി പറയുന്നത്. പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ. ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും. കരളിന്നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ 100,000 ഉരുകിത്തീർന്നു നീളെ. നാൽക്കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ. സങ്കീർണമായ പലതും കൂടിച്ചേർന്ന ഒന്നാണ് മനുഷ്യൻ. പേനയും പടവാളും ശാസ്ത്രവും പ്രേമവും മനുഷ്യരിൽ കുടികൊള്ളുന്നു. അറിവും പിടിച്ചടക്കലുകളും ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടെയുള്ള വളർച്ചയും വൈകാരിക അവസ്ഥകളും പേറി വളർന്ന മനുഷ്യവംശത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത്. ഇതൊരു തുടർച്ചയാണ്. മനുഷ്യൻ്റെ യാത്രയിലെ അല്ലെങ്കിൽ മനുഷ്യ പ്രയാണത്തിലെ മുഖ്യ ഉപകരണങ്ങളായി കവിതയിൽ അവതരിപ്പിക്കുന്ന പേന അറിവിനെയും പടവാൾ പോരാട്ടത്തെയും പ്രേമത്തിൻ്റെ ഗാനശൈലി മനുഷ്യരുടെ പാരസ്പര്യത്തെയും സൂചിപ്പിക്കുന്നതിനോടൊപ്പം അതേ പ്രാധാന്യത്തോടെ ശാസ്ത്രത്തെയും സൂചിപ്പിക്കുന്നു. മനുഷ്യ മുന്നേറ്റത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് മുന്നേ കടന്നുപോയ ഒട്ടേറെ തലമുറകൾ ഭാവി തലമുറകൾക്ക് മുന്നേറാൻ ഒരുക്കിവെച്ച കൽപ്പടവുകൾ മുൻ തലമുറയുടെ അനുഭവങ്ങളും നേട്ടങ്ങളുമാണ്. ഈ കൽപ്പടവുകൾ കയറിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൃഷ്ടിക്കുന്ന കൽപ്പടവുകളാണ് നാളെയുടെ പാതകളായി മാറുന്നത്. ഈ ഉറച്ച അടിത്തറയാണ് നമുക്ക് മുന്നേറാനുള്ള ശക്തി നൽകുന്നത്. നമ്മുടെ പൂർവികർ അവരുടെ കരളുരുകി കൊളുത്തിയതാണ് ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ കാണുന്ന ദീപസ്തംഭങ്ങൾ. ഒന്നും എളുപ്പമായിരുന്നില്ല എന്നർത്ഥം. ഒടുങ്ങാത്ത സൃഷ്ടിശക്തിയുടെ പ്രതീകമാണ് മനുഷ്യർ എന്ന് കവി പ്രഖ്യാപിക്കുന്നു. ശാസ്ത്രം അതിൻ്റെ കുതിപ്പിൻ്റെ വഴികൾ തോറും കൊളുത്തിവെച്ച ദീപസ്തംഭ ശ്രേണികൾ, ശ്രേണി ഗോവണി മനുഷ്യരാശിയുടെ മുന്നേറ്റത്തിൻ്റെ അടയാളമാണ്. ഇനിയുള്ള തലമുറകളിലൂടെ അതിൻ്റെ തുടർച്ച ഉണ്ടാകണം. ഒരിക്കലും ഒടുങ്ങാത്ത സൃഷ്ടികളായി നമ്മൾ മാറണം എന്ന് കവി
ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് വായിക്കാം. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും, മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ഞങ്ങൾക്ക് മരണമില്ല എന്നാണ്. ഞങ്ങളുടെ സൃഷ്ടിശക്തികൾക്ക് ഒരിക്കലും മരണമില്ല. ഇതൊരു തുടർച്ചയാണ്. നമ്മുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച ആ ശക്തി നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. നമ്മുടെ അനുഭവങ്ങളും കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളുമാണ് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കുള്ള ചവിട്ടുപടികളായി മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മരണമില്ല. ഒടുങ്ങാത്ത സൃഷ്ടിശക്തികളാണ് ഞങ്ങൾ. ആദ്യ തൊട്ട് ഇന്നോളവും 1000 പരിണാമ രീതികൾ കടന്നെത്തും ജീവൻ്റെ വികാസങ്ങൾ. ആദ്യ തൊട്ട്, ആദ്യം മുതൽ അവസാനം വരെ, ആദ്യം മുതൽ ഇന്നോളം 1000 പരിണാമ രീതികൾ, മാറ്റത്തിൻ്റെ വഴികൾ കടന്നാണ് ഇന്ന് ജീവൻ, അതായത് മനുഷ്യജീവിതം വികാസം പ്രാപിച്ചിരിക്കുന്നത്. എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാണ് മനുഷ്യവംശം കടന്നു പോയിരിക്കുന്നത്. തെറ്റുകളിലൂടെ, ആ തെറ്റുകളിൽ നിന്ന് വീണ്ടും ഉയർക്കൊണ്ട് തിരുത്തപ്പെട്ട്, പരാജയങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കടന്നു വന്ന ജീവിത പരിണാമങ്ങളാണ് ഇതൊക്കെ, ജീവിതത്തിൻ്റെ വികാസങ്ങളാണ് ഇതൊക്കെ എന്നാണ് കവി പറയുന്നത്. ചങ്ങലത്തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ. ചങ്ങലയുടെ തുടർച്ച പോലെ കൊളുത്തിക്കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ, അല്ലേ? അത് ഒരിക്കലും ആ കണ്ണി അറ്റുപോകുന്നില്ല. സൃഷ്ടിശക്തിയുടെ, ആ സർഗശക്തിയുടെ ഗോവണി ഒരിക്കലും വിട്ടുപോകുന്നില്ല. അതൊരു തുടർച്ചയാണ്. ചങ്കിലെ ഞരമ്പുകൾ പോലെ അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ പുതിയ സംസ്കാരങ്ങൾ, പുതിയ യാഥാർത്ഥ്യങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം, ഞങ്ങൾ തൻ ഭാവപ്രാണ സ്പന്ദന സമാഹാരം. പ്രാണസ്പന്ദനം, ജീവൻ്റെ തുടിപ്പ്. ഞങ്ങളിൽ രൂപം കൊള്ളൂ ഈ നിമിഷം തോറും, ഓരോ നിമിഷവും കാലം ഞങ്ങളിൽ രൂപം കൊള്ളുകയാണ്. കാലത്തിനനുസരിച്ച് ശാസ്ത്രം പായുന്നു. ആ ശാസ്ത്രം മനുഷ്യ പുരോഗതിയിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്നു. ഇത്തരത്തിൽ കാലം ഞങ്ങളിൽ രൂപം കൊള്ളുന്നു. ഞങ്ങൾ തൻ ഭാവപ്രാണ സ്പന്ദന സമാഹാരം. സമാഹാരം കൂട്ടിച്ചേർക്കപ്പെട്ടത്, അതായത് ഒരുമിച്ചുള്ളത്, കലക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. പ്രാണസ്പന്ദനം എന്നാൽ ജീവൻ്റെ തുടിപ്പ്. ഇത്തരത്തിൽ ജീവൻ്റെ തുടിപ്പ് പോലെ കാലം ഞങ്ങളിൽ രൂപം കൊള്ളുന്നു എന്നാണ് കവി പറയുന്നത്. കവിതയുടെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.